ഐബു ഗുഡ് മോർണിംഗ്. ഐബു ഗുഡ് മോർണിംഗ്. അവിടേക്ക് രാവിലെ നീച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. ഡാൻസ് കളിക്കണമൊക്കെ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മൊത്തത്തിൽ കാണിച്ചു തരാം. കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്താണ് അവിടുത്തെ ഖത്തറിലെ ഒരു ഡേ ചെയ്യുമോ എന്നുള്ളത്. ഖത്തറിലൊരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കും. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ അയവാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വർക്കും. ഇന്ന് നമ്മൾ സാധാരണ നമുക്കിവിടെ നല്ല ലക്ഷറി ഫുഡ് കിട്ടും. ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ടല്ലേ. എവിടെയാണ്? അൽ തുമാമ. അപ്പോൾ അവർ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചായയും എന്താണ് ഒരു പഴവും കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. അലേനെ കൊണ്ടുണങ്ങി അലേനെ കൊണ്ടാതെ ഒറ്റക്ക് കൂടെ നൈട്രജൻ ബലൂണാണ്. നമ്മൾ ഖത്തറിൽ വന്നിട്ട് എത്ര ദിവസമായി നടക്കറിയോ സിനു? 5 ദിവസം. 25, 26, 27, 28, 29 ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇനി 30, 31, 1, 2 ഇൻഷാ അല്ലാഹ് കണ്ടയിൽ ഖത്തറിൽ ഒരുപാട് നല്ല കാഴ്ചകൾ പെട്ടെന്ന് നമുക്ക് കണ്ടു തീർത്തു. ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. കണ്ടിടത്തോളം മാഷാ അല്ലാഹ് അടിപൊളിയാണ്. പിന്നെ എസ്പെഷ്യലി താങ്ക്സ് പറയാനുള്ളത് നമ്മളെ ഇത്രയും റിസ്ക് എടുത്ത് വന്ന നമ്മളെ സിനുവിൻ്റെ ചാപ്പാക്ക് അല്ലേ. കാരണം ഇത്രയും ദിവസം നമ്മളെ കൂടെ നടന്ന് എന്താ പറയുക നമ്മളെ ഫുള്ള് എല്ലാ സ്ഥലവും കാണിപ്പിച്ചു തന്നു. പിന്നെ സിനുവിൻ്റെ ഫാമിലി നമ്മൾ ഖത്തറിലോട്ട് കൊടുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഇന്ന് നമ്മളൊരു പട്ടാമ്പിയിൽ നിന്ന് ഒരു സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിലത്തെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഇതുമാതിരി ഒരു രാത്രി നമുക്ക് ഡിന്നറൊക്കെ കൂടാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഖത്തറിലെ കുറച്ച് വിശേഷങ്ങളും രാത്രിക്കത്തെ ഒരു ഡിന്നറും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഡേ എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. പിന്നെ അധികം നമ്മളിവിടെ ഡേ എടുക്കാന്ന് പറഞ്ഞാൽ പെരടുള്ളത്തെ ഡേ അധികം ഉണ്ടാവലില്ല. കാരണം ഇവിടെ നിൽക്കലില്ല, ഫുള്ള് പുറത്തു കൂടെ ഉണ്ടാവല്. അത് ഞാൻ ഓൾറെഡി സിനുവിൻ്റെ ചാനലിൽ ഓരോ യാത്രകൾ ഇടലുണ്ട്, എല്ലാവരും കണ്ട് ആസ്വദിക്കലുണ്ട്. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, സിനു കാറിൻ്റെ ബാക്കിൽ പിരിക്കുന്നുണ്ടല്ലോ, എന്താ അവൾക്ക് അത് പറ്റണത്? എന്താ സംഭവം? അവിടെ നാട്ടിൽ ഈ ബാക്കിൽ ഇരിക്കില്ല. അങ്ങനെയല്ല, ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ബാക്കിൽ ഇരിക്കാത്തതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. നാട്ടിൽ തന്നെ ബാക്കിൽ ഇരുത്ത ഉമ്മ അയക്കലുണ്ടോ? ഇല്ല ഗൈസ്, ഉമ്മ എന്നോട് പറയാണ് എന്ത് ഉമ്മക്ക് മുന്നിൽ തന്നെ ഇരിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് എനിക്ക് ബാക്കിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്നിട്ട് ഉമ്മനെ ഞാൻ നിർബന്ധിച്ച് ബാക്കിൽ എടുത്ത് എനിക്കിന്റെ പുതിയാപ്പളുടെ അടുത്ത് തന്നെ ഇരിക്കണം പറഞ്ഞ മുന്നിൽ ഇരിക്കണം ഗൈസ്. അത് കേട്ടപ്പോ കുറെ ആൾക്കാർക്ക് ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയല്ല, ഉമ്മ ഇപ്പൊ പൊതുവെ അധികം ഫ്രണ്ടിൽ ഇരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ മറ്റേ കുട്ടിനെ ഞങ്ങൾ പാലെടുത്ത് തട്ടിയിട്ടാണ് കൊടുത്ത അതിനെ കടുത്ത് ഉമ്മാനെ നമ്മള് ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ അല്ലെങ്കിലേ നിർബന്ധിച്ച് മുന്നിൽ ഇരുത്താറുണ്ട്. പക്ഷെ ഉമ്മ മുന്നിൽ ഇരിക്കാറില്ല. അത് പല വീഡിയോസ് തുടങ്ങുമ്പോ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയലുണ്ട്. അതെന്താ വെച്ചാ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൽക്ക് എന്തോ നമ്മള് ഉമ്മാനെ നമ്മളിപ്പോ ഇങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിലും നിങ്ങൾ പറയും ഉമ്മാനെ മാറ്റി നിർത്തി, ഉമ്മാനെ അകറ്റി നിർത്തി. നിങ്ങൾ കാണില്ലേ, എന്റെ അമ്മായാലും എന്റെ അമ്മായാലൊക്കെ അതിനൊക്കെ ഒരു ഇതുണ്ട്. നമ്മള് ഹസ്ബൻഡും വൈഫും നമ്മൾ കൊണ്ടുകൊടുത്ത് നമ്മൾ പോകണം, ഓലെ കൊണ്ടുകൊടുത്ത് നമ്മൾ കൊണ്ടുപോകണം, കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ ഇതാക്കുമ്പോ ഓലെ മനസ്സിലും ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. അപ്പൊ എന്തിനാ പറയണ്ട് ഈ ജമീലേക്ക് പഠിച്ചോനെ മരുക്കളൊന്നും വരാതെ കിട്ടായിട്ട് ഒരു ജമീല എന്ന് പറഞ്ഞ പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, രണ്ട് മല ചേരും, ബാക്കി ഞാൻ ഇവിടെ പറയുന്നില്ല അല്ലേ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് ശത്രു എന്ന് പറഞ്ഞ മാതിരി എന്താ പറയാ, നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കാരണം എന്താ വെച്ചാൽ ഉമ്മ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഉമ്മാന്റെ ഉമ്മാടി പാടിയെടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ഞാൻ ആരെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടായി. കാരണം നമുക്ക് അത്രത്തോളം ശത്രുക്കളുള്ളതാണ്. താഴെത്തടിന്ന് വന്ന ആൾക്കാർക്ക് എന്തായാലും ആദ്യം ഉമ്മ മുന്നിലേനി. ഇപ്പൊ ഇരിക്കണേന്റെ കാരണം എന്താ, മറ്റേ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് ഇപ്പൊ ഞങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് 2 മക്കളുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറുതിനെ നിങ്ങൾ തന്നെ പറഞ്ഞ് മുന്നിലിരുത്താൻ പാടില്ല, ബാക്കിലിരുത്തണം എന്ന് പറഞ്ഞു. ഓല് പറയുന്ന എടുത്തല്ല, ഇത് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളാണ്. അത് പോവില്ല അവിടെ കൊടുക്കും. അത് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കോടതിയിൽ രാവിലെ വന്ന് നമ്മൾ
എന്താ പ്രസംഗിക്കുന്ന രീതിക്കാണ് ഇവിടെ എല്ലാം സംസാരിക്കുന്നത്. കാണിച്ചിട്ടല്ലേ അങ്ങനെ ഇങ്ങനെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇത് നമ്മളെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാണിക്കുന്നുള്ളൂ. നമുക്ക് പറയണമെന്ന് ആഗ്രഹിക്കണത് നമുക്കും പേഴ്സണലി നമുക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്കും ഉണ്ട്. ഇടുന്നോണ്ടല്ലേന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിപ്പോ ഈ ഖത്തറിൽ വന്ന സ്ഥലങ്ങൾ കാണുന്ന ഇഷ്ടമുള്ളവര് കാണുക അത്രേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നൗഫലിന് ഇത്രയും വലുതാക്കിയിട്ട് ഇഷ്ടമുള്ളവര് കാണാന്ന് പറയുമ്പോ അങ്ങനെ ഇത് കേട്ട് മടുത്തു. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് നമ്മൾ രക്ഷപ്പെട്ടു. ഈ എല്ലാവരും ഇങ്ങനെ കേൾക്കണം എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അല്ലാതെ അഹങ്കാരം കൊണ്ടല്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പ്രശ്നം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സണലി ആളുകൾ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്താ ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഗൈസ് എന്തായാലും ഞമ്മക്ക് ഉമ്മാക്ക് ബാക്കിൽ ഇരുന്നോണ്ട് ഉമ്മാക്ക് കുഴപ്പമില്ല. ഇനി സിനു ഫ്രണ്ടിലിരുന്നോണ്ട് സിനുവിനും കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. പിന്നെ പോകേണ്ട സ്ഥലം ഒരിടത്തൊക്കെ ആവുകൊണ്ട് നമ്മള് ബാക്ക് മുന്നോന്ന് ഞാൻ നോക്കുന്നില്ല. മനസ്സിലാക്കണം, ഇത് എന്റെ ഭർത്താവാണ് ഗൈസ്. അതിൻ്റെതായ സ്വാതന്ത്ര്യം ചിലപ്പോ ഞാൻ എടുത്തതൊക്കെ വരും. അല്ലാതെ എടുത്താൽ സബ്സ്ക്രൈബേഴ്സ് നിന്നെ പഞ്ഞിക്കിടും. അല്ല അതിപ്പോ ആരോ മാതിരിയാണ് പോലും നമ്മളൊക്കെ കാണുന്നത്. അലേഹ അല്ലെങ്കിൽ ഗൈസ് ഇവള് വീട്ടിലെത്തിയപ്പോ കുറച്ച് അഹങ്കാരം കൂടിയിരിക്കണം. ഫുൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഇതായിട്ടാണ് നടക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയണല്ലോ, ഇതൊക്കെ കമന്റ്സിൽ വരുന്നതാണ് ഗൈസ്. നല്ല രസമാണ് കമന്റ് വായിക്കാൻ വേണ്ടിട്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കമന്റ് ബോക്സ്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ ഡയലോട്ട് കിടക്കാം. നമ്മൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആ ഡയൽ ഇതൊന്ന് ഉൾക്കൊള്ളിച്ചാണ്. ഇതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ പറയും ജോഫലിന് അടുത്ത കണ്ടന്റ് ആയി ഉമ്മാനെ ബാക്കിലിരുന്ന്. ഞാൻ അപ്പോൾ അതൊന്നും അങ്ങനെ ഇടലില്ല. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി. കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനത്തെ പേഴ്സണലി കാര്യങ്ങൾ വന്നൊരു കോണ്ടന്റ് ആക്കലില്ല. അത് ഞാൻ അത് പറഞ്ഞിരിക്കണ്ട വെച്ചിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും വീഡിയോന്റെ ഇടയിൽ കുത്തി കയറ്റുന്നല്ലാതെ അല്ലേ. പിന്നെ നമ്മൾ ഖത്തറിൽ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഖത്തർ കാണാനും വിശേഷങ്ങൾ അറിയാനും ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ പരിചയപ്പെടാനാണ്. അത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഇഷ്ടമുള്ളവർ എന്തായാലും കാണുക. ഇനി അധികം ദിവസമൊന്നും ഖത്തറിലില്ല. ഖത്തറിൽ ഇനിയും കുറച്ച് സ്ഥലം കൂടി കാണാണ്ട്. ഖത്തർ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ വാച്ച് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നമ്മളിപ്പോൾ പോകുന്ന എവിടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തുമാമ മാളിലോട്ടാണ്. നമ്മുടെ അൽഷാജ് കിച്ചൻ്റെ അവിടെ തന്നെ ഒരു ജ്വല്ലറിയിലോട്ടാണ്. ജ്വല്ലറിയിലെ വിശേഷം ഞാൻ വേറൊരു വ്ളോഗ് ആക്കിയിട്ട് തന്നെ സിനുവിൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. കാരണം ഫുൾ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. അതായത് ഖത്തറിൽ അല്ലെങ്കിൽ പുറത്താർക്കൊക്കെ ഉപകാരം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ പോയി മാറ്റി ആൾ 10 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകാൻ ആൾ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഊബറൊക്കെ പിടിച്ച് പോയി. ഇനി കുറേ പേര് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മെട്രോയിൽ കയറണം. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വെയിലും ഒരു സൈഡ് തണുപ്പാണ് ഗൈസ്. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് ഒരു സൈഡ് കാറ്റടിക്കുമ്പോൾ അവിടെ നല്ല തണുപ്പും ഒരു സൈഡ് നല്ല രസമുള്ളൊരു ചൂടും. നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ. പക്ഷെ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല, വേഗം ഡ്രൈ ആയി പോകും. പലേൻ്റെ കാലം തന്നെ പറ്റ ഡ്രൈ ആയിട്ടുണ്ട്. നൗഷാക്കാ ഇല്ല നൗഷാക്കല്ല, പാവം അലേഹ എന്നാ അലേഹ അവിടെ കിടക്കുന്നുണ്ട്. സ്വത്തുമണിയൊക്കെ അതാ അവിടെ കിടക്കണ്. ഇവിടെ സമയം ആവണുള്ളേ. നാണാണ് നാണം. കുറച്ചേരായി കടി ദോശ. ഇന്നിപ്പോ ഞങ്ങളൊരു ജ്വല്ലറിന്റെ ഒരു ഇതുണ്ട്, അതിന് പോവാ അവിടുന്ന് കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. വിളിച്ചിനിയോ സോഫിയൊക്കെ? ഒന്ന് വിളിച്ചോളൂ. അങ്ങനെ ഗായ്സ് നമ്മൾ പോകാൻ ഒരുങ്ങി. സിനിമയൊക്കെ അതാ ഒരുങ്ങുന്നു. ഞാൻ ഓൾറെഡി ഒരുങ്ങി നിൽക്കുകയാണ്. അലേഹനെ കൊണ്ടാതെ നമ്മൾ പോകുന്നത്. കാരണം ജ്വല്ലറിക്കാണ് പോകുന്നത്. അലേഹ അതിനൊക്കെ വലിച്ചിടും. അപ്പോൾ പിന്നെ അലനെ കൊണ്ടുപോകുന്നുള്ളൂ. ഇവിടെ എന്തായാലും നോക്കാൻ ആളുള്ള സ്ഥിതിക്ക് ഞങ്ങൾ പോയി പെട്ടെന്ന് വരാം അല്ലേ ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലേഹനെ കാണാതെ പോകണം കേട്ടോ. അലേഹ മതിയോ? ഓക്കെ. അപ്പോൾ എന്തായാലും ആൾ 10 മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് നമ്മൾ നവാസ് ഖാൻ്റെ ഹോട്ടലിൽ എത്തിയിട്ടുള്ള. ഇവിടെ നമ്മളെ കേരള ഫുഡ് കിട്ടും. ഇവിടെ വൈകുന്നേരത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ സിനു 2 പൂരി
പിന്നെ ചിക്കൻ കറി, ഞാൻ പൊറാട്ടയും മുട്ടക്കറിയും, പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആള് പൊറാട്ടയും പറഞ്ഞിട്ടുണ്ട്. അലൻ ഇവിടെ കിടക്കുന്നുണ്ട്, അലേഹ വീട്ടിലാണ്. ഒക്കെ പോവും ആണൊക്കെ പോവും. എന്നാ ചിക്കൻ കറി എന്നാട്ടാ, ചിക്കൻ കറി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. ഗൾഫിലെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ എല്ലായിടത്തും ടേസ്റ്റ് ആട്ടോ. പേര് സലീം. ആ നമ്മളെ നവാസ്ക എത്തി. നമ്മളെ നവാസ്ക നമ്മളെ എല്ലാ ഹെൽപ്പും ഇവിടെ ചെയ്യുന്ന ആളാണ്. നവാസ്കാന്റെ ഷോപ്പും പാടയാണ് അല്ലേ പാർട്ട്ണർ? നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. സിനോ കൂടെ എത്തിയപ്പോൾ നല്ല എന്താണിത് ഷെയ്ക്കോ ഖത്തറിലെത്തിയപ്പോൾ ഫുള്ള് ജ്യൂസ് കൂടിയാണല്ലേ. നമ്മളെ നാദൃശ്യം കൂടെ ഉണ്ട്. നാദൃശ്യല്ലേ? നാദൃശ. നമുക്ക് എന്തായാലും നമ്മളെ ഇവിടുത്തെ ആളെ പരിചയപ്പെടാം. പേര് ഷഹീർ. ഞമ്മടെ വന്നപ്പോഴേ നിങ്ങൾ 12,000 റുപ്യക്കൊക്കെ സ്വർണം കിട്ടുന്ന പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ടിക്കുക. 12,000 റുപ്യക്ക് കിട്ടുന്ന സ്വർണ്ണം ഏതാ? അല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. അതിന്റെ കളക്ഷന്റെ ഒക്കെ ഒരു ലോകം ഇതൊക്കെ കാണി. ലൈറ്റ് വെയിറ്റ് കളക്ഷന്റെ ഒരു ലോകമാണ്. ഇതിന് ഏകദേശം ഇവിടുത്തെ എത്ര റിയാൽ വരുന്നത്? ഇവിടുത്തെ 590 റിയാൽ വരുന്ന സാധനം. അതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്ന നിങ്ങൾ ഇട്ടെന്ന് നാട്ടുകാർ ചോദിക്കും. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എവിടേക്ക് വരണം? ബർവ വില്ലേജിൽ വരണം. ഇനി അഥവാ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പുതിയ പിള്ളേർ ഖത്തറിലുണ്ടെങ്കിൽ വേഗം വിളിച്ച് പറഞ്ഞോളി. ഈ പൈസയൊക്കെ ഉള്ളൂ അല്ലേ. ഓലൊന്നും ഉറക്കം പോണ ദിവസമാവും മിക്കവാറും. കാരണം നമ്മളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ കാണുന്ന വ്ളോഗാണ് നമ്മുടെ ചാനൽ. അപ്പോൾ എന്തായാലും ഇന്ന് പ്രവാസി ഭർത്താക്കന്മാർക്ക് പണിയായിട്ടുണ്ട്. കാരണം ഇവളിൻ്റെ അടുത്ത് പറഞ്ഞ ലൈറ്റ് വെയിറ്റ് കിട്ടുന്ന കളക്ഷനാണ് ഇക്കാന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ വന്നപ്പോൾ കളക്ഷൻസ് ഇത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻ ഉണ്ട്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 18 ക്യാരറ്റിൽ വരുന്നത്, ഇത് നമുക്ക് 22 ക്യാരറ്റിൽ വരുന്നത്. അതിൻ്റെ തന്നെ ഇത് 18 ക്യാരറ്റ് അടിയിൽ 18 ക്യാരറ്റ്. അത് നിങ്ങൾ ലൈറ്റ് വെയിറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇവിടെ. അതായത് നമ്മള് റേറ്റ് ദിനന്തരം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000. ഇന്ന് ഖത്തർ റേറ്റ് എത്ര? ഇന്ന് ഖത്തർ റേറ്റ് 503. ഇവിടെ നാട്ടിലേക്കാളും സ്വർണ്ണം എടുക്കാൻ ലാഭമാണോ? തീർച്ചയായും നാട്ടിൽ റേറ്റ് കൂടുതലാണ്. പിന്നെ നാട്ടിൽ അഡീഷണൽ GST കാര്യങ്ങൾ, ഇവിടെ 0 ടാക്സ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എടുത്തോളം പറഞ്ഞോളി, കാരണം ഇവിടുന്ന് എടുക്കാവും നന്നാവും. ഇനി അത് മാത്രല്ല, നിങ്ങൾക്ക് ഇനി ഭർത്താക്കന്മാർക്ക് എടുത്താൽ നല്ല കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെയും കളക്ഷൻ ആന്റിക്കിൽ വരുന്നുണ്ട്, ട്രഡീഷണൽ വരുന്നുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിൽവറിലും വരുന്നുണ്ട്. ഇനി അതുമല്ല ഡയമണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയമണ്ടും ഉണ്ട്. മൊത്തത്തിൽ സെറ്റ്. ഇനി വേറൊരു ഓപ്ഷങ്ങൾ പറഞ്ഞല്ലോ, പേലേറ്റർ. അതായത് CBQ അല്ലെങ്കിൽ ഏത് ബാങ്ക് ആപ്പ് വഴിയും നമുക്ക് 4 തവണ പേയ്മെന്റ് ആയിട്ട് അടക്കാം. അതിപ്പോ ഇതിലൊക്കെ പറ്റുമോ? എല്ലാ ഗോൾഡ് ഓർണമെന്റ്സ്, ഗോൾഡ് വിത്ത് ഡയമണ്ട്, ഏത് ഐറ്റംസ് നമ്മളിപ്പോ ഇനിയിപ്പോ ഒരു 600 റിയാലിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിലും ആ സൗകര്യം ഉണ്ട്. അത് നല്ലൊരു കിട്ടലാട്ടോ. കാരണം അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേൾക്കുന്നത്. അത് ഖത്തറിലെ ഗോൾഡ് ജ്വല്ലറിയിൽ നമ്മൾ മാത്രമേ പേലേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും അതും എല്ലാവരും സംബന്ധിച്ച് വലിയൊരു കിട്ടലാണ്. കാരണം മാസം എന്താണ് സാലറി വാങ്ങുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു അടവയിലേക്ക് മാറ്റിച്ചാൽ മതിയല്ലോ, ഒരുമിച്ച് വാങ്ങാൻ കഴിയാത്തവർക്കേ. അപ്പം എന്തായാലും മഹർ എടുക്കേണ്ടവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഖത്തറിലുള്ള ഡിയോറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർവ വില്ലേജ്. അതിൻ്റെ നേരെ ഇതിൻ്റെ ദേപുട്ട് അല്ലേ നമ്മൾ. ഓക്കെ. അപ്പോൾ എന്തായാലും കളക്ഷൻസ് ഒക്കെ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ടോളി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തോളി കേട്ടോ. എന്നാൽ പോവല്ലേ സിനോ? ഒരു മാല കെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സാധനം നാട്ടിൽ നിന്ന് കുറേ അന്വേഷിച്ചു, അത് കിട്ടാനിട്ടാണ് ഞാൻ അത്രയും കാരണം കൂടിയതിട്ടത്. കാരണം ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ സിൽവർ ഹൈവ. ഈ മോതിരൊന്നും ഇട്ടാ കൈസ്, ഇതിപ്പോൾ നല്ലൊരു വൃത്തിയുള്ള മോതിരല്ലേ. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താക്കാം, ഒരു ഭൂതം ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഭൂതം എങ്ങനെയാണെന്ന് അറിയാം, മാജിക്കായിട്ട് കൊണ്ടു നടക്കാം നാട്ടിൽ. സത്യം അമ്മ മാജിക്കാണ്. ആ ഒരു മോതിരത്തിനെ വളയാക്കി കൈസ്, എമ്മ ലുക്ക്. ഇത് നിങ്ങൾക്ക് കൈ ഇങ്ങോട്ട് കുറച്ച് വലുതാണെങ്കിൽ അത്രയും ആണെങ്കിൽ വലുതാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിൽ തന്നെ ഇവർക്ക് എന്താണ് ഗോൾഡിലും വരുന്നുണ്ട്. ഇത് സിൽവറാണ് കേട്ടോ. അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ചുരുങ്ങി നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എത്ര സൈസിലേക്കും ഇത് ഇങ്ങനെ മാറിപ്പോവും. ഇതാണോ
ഇതിപ്പോൾ മോതിരായി. ഇതിപ്പോൾ മോതിരായി. ഗൈസ് അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഷൂട്ടിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ നാദിർക്കാണ്. എന്തായാലും ഒരുപാട് നന്ദി. ആളിവിടെ പോലീസിലാണ് കേട്ടോ അല്ലേ. എന്തായാലും നാട്ടുകാരൊക്കെ എന്തായാലും വ്ളോഗ് കാണും. ഗൾഫിലും ഖത്തറിലൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടെ കൊണ്ട് നടന്ന് കാണിച്ച ആൾക്കാരുണ്ടെങ്കിൽ സെറ്റാണ്. അല്ലെങ്കിൽ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഇവിടെ ഇച്ചാപ്പുള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡയമണ്ടും ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് നല്ല അടിപൊളി കളക്ഷനായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം. പാട് നല്ല വിശേഷം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ആൾക്കാർ നാദിര തന്നെ ഞാൻ വീഡിയോയിൽ കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ഓ നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് നേരെ എത്തിയത് ഇതെന്താ ഇതെന്താ സാധനം? ഇതെന്താ? അത് ട്രാവൽസ് പിന്നെ ടൈപ്പിംഗ് സെന്റർ. ഖത്തറിലൊക്കെ പെട്ടെന്ന് വിസ റെഡി ആക്കി തരണമെങ്കിൽ ഫ്ലൈസിയാനയിൽ വന്നാൽ മതി കേട്ടോ. കാരണം ഒരുവിധം നാട്ടിലത്തെ എല്ലാവരും എത്തിക്കുന്ന ആളാണ് മുത്തൽ. എവിടെ ഉള്ളത് ഓർമ്മ വെക്കുമ്പോ നമ്മളൊക്കെ ഇവിടെ ഖത്തറില് വാച്ചിന്റെ ബോക്സ് ഓക്കെ ആലിനെ കാണാല്ല. ഞാനൊരു ടീമിന്റെ നമ്പർ നോക്കി എന്താ കുട്ടിക്ക് ഞാൻ ജോക്കറായി തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഗൈസ് നമ്മള് ഓരോ ബോറടിച്ചോ? നമ്മൾ ജവാസ്കാരൻ്റെ ഇപ്പോൾ ഒരു സ്ഥലം വരെ ഇങ്ങനെ പോയതാണ് അല്ലേ. പോയപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ കൂടി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി ഫുഡ് കഴിക്കണം ചേട്ടാ. കാരണം രാവിലെ കഴിച്ച പൊറാട്ടയും അത് കഴിഞ്ഞ് ജ്വല്ലറിയിൽ നിന്ന് കഴിച്ച ജ്യൂസും പിന്നെ ഇപ്പോൾ ഒരു വാട്ടർ മിലൻ ജ്യൂസും മൊത്തത്തിൽ വയറ് ഫുള്ളാണ്. ഇനി നമുക്ക് രാത്രി നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഈവനിങ് വിശേഷം കൂടി കണ്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഗൈസ് അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് യാത്ര ചെയ്ത് വീണ്ടും ഫാമിലിയോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഈവനിങ്ങിൽ എന്ത് സൂക്കാണ്? സൂക്ക് വാക്കഫി അല്ലേ? ഇറാഖിയോ? സൂക്ക് വാക്കഫ്. ഓക്കെ, നല്ല നമുക്കറിയില്ലല്ലോ. നല്ല നല്ല അടിപൊളി ട്രഡീഷണൽ ടച്ചിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അല്ല നൈബൊക്കെ എവിടെ? ഈ കുട്ടി ഫുൾ ടൈം വർക്കാ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സിനുവിൻ്റെ ചാനലിലിട്ട് വേറൊരു സൂക്കായിരുന്നു. ഇത് വേറൊരു സൂക്കാണ്. ഇതാണ് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം. മറ്റേത് അതുപോലെ അവർ ക്രിയേറ്റ് ചെയ്തതാണ്. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മാത്രമല്ല, നമ്മളെ മീറ്റ് ചെയ്യാനേ പറഞ്ഞില്ല, കുറച്ച് ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഷഫീഖ്, പട്ടാമ്പിയിലുള്ള ഷഫീഖ് ഖാനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ നദീം അല്ലേ? നിസാം. നിങ്ങൾ ഇവിടെ തിരുവാപ്പുറ? അതിൻ്റെ പേരെന്തുവാ? ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും നമ്മളെ അവിടുന്ന് എന്താ നിങ്ങളവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? ആ ദോഹയിൽ തന്നെ. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒരു വീട്ടുകാരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്തായാലും നാട്ടിൽ നിന്ന് ഇനി ഇവരെ കണ്ടുമുട്ടിയത് കാണാം. ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് അല്ലേ. നമുക്കിന്ന് വൈകുന്നേരത്തെ നമുക്കൊരു ഡിന്നറൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാല്ലേ. കുറച്ച് ദിവസം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ കുറച്ച് ദിവസം നടക്കായിരുന്നു. രാത്രി ഫ്രീ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് ഒക്കെ ആണെങ്കിൽ ദുക്കാനിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ദിവസം കുറവാണ്. നോക്കട്ടെ. നമുക്ക് ഈ ആ കാണുന്ന സാധനം എന്തുവാ? കോർണിഷില്ലേ? നമ്മുടെ ഒരു ഫോളോവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. പേര് സൈൻ തങ്ങൾ. മാഷാ അല്ലാ. നമ്മളെന്തായാലും കണ്ണൂരിൽ നിന്നാണ്. നമ്മളിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് കാണാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അടിപൊളി സ്ഥലം. അങ്ങനെ മീറ്റ് ചെയ്യാനുള്ളവരൊക്കെ മീറ്റ് ചെയ്തു. അതിലൊരു ഫാമിലി നമുക്ക് ഡിന്നർ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് നെക്സ്റ്റ് വക്ര സൂഫിലായിരുന്നു. അവിടെ പോയി മീൻ, അതായത് ഫിഷ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തായിരുന്നില്ല. അങ്ങനെ ഓലൊരു ഫിഷ് നമുക്ക് സെറ്റ് ചെയ്തു. അതുപോലെ കൂടെ ഒരു ഡിന്നർ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഖത്തറിൽ നിന്ന് കഴിച്ച ഫുഡുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഫിഷ് നമ്മൾ ആദ്യമായിട്ടാണ് ഖത്തറിൽ നിന്ന് കഴിക്കുന്നത്. എന്താ പറയുക, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഫിഷിൻ്റെ എന്തായാലും എടുത്ത ഫിഷൊക്കെ അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ചല്ലേ? നമുക്കെന്നാ ദൂക്കാൻ പോകണം ഇൻഷാ അല്ലാ. അവിടെ എന്തൊക്കെ പരിപാടി? ചൂടല്ലോ. നമുക്ക് ബാർബിക്യൂ സെറ്റ് ചെയ്യാം. ആ പിന്നെന്താ, പിന്നെ ഫുള്ള് ചില്ലാക്കാം. എന്തായാലും 2 ദിവസം കൂടെ ഉള്ളൂ. പരിചയപ്പെട്ടതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്തായാലും ദിവസം നല്ലോണം ചിന്തിച്ചിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ വീടെത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അലേഹ് ഉറങ്ങി, അലേഹ് ഇവിടെ, ഐബു ഇവിടെ.
അങ്ങനെ രണ്ടാളും ഇവിടെ. ഓക്കെ, അപ്പം എന്തായാലും ബൈ.